യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:13 പ്രകാരം പറയുന്നുണ്ട്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിക്കും. സ്നേഹിതരെ, എത്ര സുന്ദരമായിട്ടുള്ള വചനമാണ്. കരയുന്ന കുഞ്ഞിനെ അമ്മ എടുക്കുമ്പോ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത് കണ്ടിട്ടില്ലേ? അമ്മയുടെ മാറോട് ചേർക്കുമ്പോ ആ കുഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? നീ എത്ര വേദനയിലൂടെ കടന്നു വന്നാലും, നീ എത്ര ദുരിതങ്ങളിലൂടെ കടന്നു വന്നാലും, കർത്താവിന്റെ വചനം പറയുകയാണ്, ഞാൻ നിന്നെ അമ്മയെ പോലെ ആശ്വസിക്കും. സ്നേഹതരഞ്ഞവരെ, ദൈവത്തിന്റെ ആ വചനം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് സംഗ്രഹിച്ച്, എത്ര ശക്തമായിട്ടുള്ള വചനമാണ്. ഇതിനപ്പുറം ദൈവത്തിന് പറയാനായിട്ട് സാധിക്കുമോ? അമ്മയെ പോലെ ഞാൻ നിന്നെ കരുതും. അമ്മയുടെ വാത്സല്യം അനുഭവിക്കുന്നവരിൽ ആ അമ്മയെക്കാളും കരുതുന്ന ഒരു ദൈവമാണ് ഈ അൾത്താരയിൽ ഉള്ളത് എന്ന് ഉറച്ച ബോധ്യത്തോടുകൂടെ നമുക്കായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്ന നിമിഷം നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ നിമിഷം തിരുവോസ്തിയിൽ നിന്ന് ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷമാണ്. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആ അപ്പന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിഞ്ഞ്, അമ്മയെ പോലെ സ്നേഹിക്കുന്ന ആ അമ്മയുടെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിഞ്ഞ്, കർത്താവിന്റെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവനേക്കാളും വലിയതാണ് നീ എനിക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് സുഖമാണ്. വിശ്വസിച്ചുകൊണ്ടെന്ന് വളരെ എത്ര മനോഹര